രാഹുൽ മാങ്കൂട്ടത്തിലിനായുള്ള SIT അന്വേഷണം തുടരുകയാണ്. രാഹുൽ കടന്നുകളഞ്ഞ ചുവന്ന പോളോ കാർ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കാർ ഒരു സിനിമാ താരത്തിൻ്റെതാണെന്ന് ഉൾപ്പെടെ വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതേസമയം മാസങ്ങൾക്ക് മുൻപ് സോമോട്ടോ കേസെടുക്കാമായിരുന്ന വിഷയത്തിൽ രാഹുലിന്റെ അറസ്റ്റ് ഉൾപ്പെടെ പോലീസ് വൈകിപ്പിക്കുന്നത് ശബരിമല കൊള്ള മുക്കാൻ വേണ്ടിയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. യുവതിയുടെ ബലാത്സംഗ പരാതിയിൽ കേസെടുത്ത 5-ാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇന്നലെ പുലർച്ചെ ജില്ലയിലെത്തിയ പ്രത്യേക അന്വേഷണ സംഘം രാഹുലിന്റെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചുള്ള കൂടുതൽ പരിശോധനകളിലേക്ക് കടന്നിരിക്കുകയാണ്. യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ വ്യാഴാഴ്ച വൈകിട്ടോടെ രാഹുൽ എങ്ങനെയാണ് മുങ്ങിയതെന്നുൾപ്പെടെ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. കണ്ണാടിയിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിൽക്കവെയാണ് രാഹുൽ ഒളിവിൽ പോയത്. CCTV ക്യാമറകളിൽ പതിയാതെയായിരുന്നു രാഹുലിന്റെ നീക്കം. കണ്ണാടിയിൽ നിന്ന് ഫ്ളാറ്റിലെത്തി പിന്നീട് ചുവന്ന പോളോ കാറിൽ ജില്ല വിട്ടെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഈ കാറ് ഒരു സിനിമ നടിയുടേതാണെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കാനും തെളിവ് നശിപ്പിക്കാനും രാഹുൽ ശ്രമിച്ചിട്ടുണ്ട്. രാഹുൽ മുങ്ങിയ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ CCTV ദൃശ്യങ്ങൾ രാഹുലിന്റെ ഫ്ളാറ്റിലെ DVRൽ നിന്നും ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. അപ്പാർട്ട്മെന്റ് കെയർടേക്കറെ സ്വാധീനിച്ച് ഡിലീറ്റ് ചെയ്തെന്നാണ് സംശയം. കൂടാതെ രാഹുൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെത്തിയെന്ന പ്രചാരണവും തെറ്റിദ്ധരിപ്പിക്കലിന്റെ ഭാഗമാണെന്നാണ് കരുതുന്നത്. എന്നാൽ രാഹുലിനെതിരെ മാസങ്ങൾക്ക് മുൻപേ സോമോട്ടോ കേസെടുക്കാമായിരുന്നിട്ടും എടുക്കാതിരുന്ന പോലീസ് ഇപ്പോൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ വൈകിപ്പിക്കുന്നത് സ്വർണ്ണക്കൊള്ള ചർച്ചയാവാതിരിക്കാൻ വേണ്ടിയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇതൊരു നാടകമാണ്. ഇത് 3-4 മാസം മുമ്പേ സുവോമോട്ടോ കേസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് എലക്ഷൻ്റെ 4 ദിവസം മുമ്പേ ഈ അറസ്റ്റിൻ്റെ ഒരു നാടകം ചെയ്യുമ്പോൾ അത് എന്തുകൊണ്ടെന്ന് നിങ്ങൾ ചോദിക്കണം. ഞാൻ അതിൻ്റെ ഉത്തരം തരാം. ശബരിമല കൊള്ളയെന്ന് എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിക്കണം എന്നാണ് മുഖ്യമന്ത്രിൻ്റെയും ദേവസ്വം മന്ത്രി വാസവൻ്റെയും കടകംപള്ളി സുരേന്ദ്രൻ്റെയും ആവശ്യം. അതുകൊണ്ടാണ് ഈ ഡ്രാമ. ഇതെല്ലാം പണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നു, ചെയ്തില്ല. എന്തുകൊണ്ടെന്ന് നിങ്ങൾ ചോദിക്കണം. എനിക്ക് അതിനെക്കുറിച്ച് ഒരു അഭിപ്രായമുണ്ട്, അത് ഞാൻ പറഞ്ഞു. നിലവിൽ തൃശൂർ, പാലക്കാട്, കോയമ്പത്തൂർ, ബാംഗ്ലൂർ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് രാഹുലിനായുള്ള അന്വേഷണം പുരോഗമിക്കുന്നത്. ജനം, പാലക്കാട്.